ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാം. അപ്രകാരം ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിക്കുന്ന നിങ്ങളേവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയതാണ്. ദൈവത്തിൻ്റെ വചനം അത് ജീവൻ്റെ അപ്പമാണ്. ആ വചനങ്ങളെ നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കാം വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മുന്നിലത്തെ ഭാഗത്ത് നിന്നും കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ശ്രേഷ്ഠ പ്രവാചകനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തീം, ആപ്തവാക്യം എന്ന് പറയുന്നത് ബെറ്റർ അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്നുള്ളതാണ്. ക്രിസ്തുവാണ് സകല പ്രവാചകന്മാർക്കും വലിയ പ്രവാചകനെന്ന് നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. കാരണം ആ ക്രിസ്തുവിൻ്റെ വചനങ്ങളെയാണ് പ്രവാചകന്മാർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വചനം ജഡമായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ ക്രിസ്തു തന്നെ ഈ ലോകത്തോട് സംസാരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രവചനങ്ങളെ നടത്തി എന്ന് കാണുവാൻ സാധിക്കും. അത് കൃത്യതയോടെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ദൈവം വിവിധമായിട്ട് ഭാഗമായിട്ട് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തുവെങ്കിലും ഈ അന്ത്യനാളിൽ ദൈവം നേരിട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തോട് സംസാരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്നും, ദൈവിക പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായിട്ടുള്ള ഭാഗം, അതിൻ്റെ തൊട്ടടുത്ത ഭാഗം, എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ പകുതിയിൽ ഇപ്രകാരം പറയുന്നു: അവനെ താൻ സകലത്തിനും അവകാശിയായി വച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം സകലത്തിലും അധികാരിയാക്കി വച്ചു എന്നും, സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് എന്നും ഇവിടെ തിരുവചനം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സൃഷ്ടികർത്താവായിരിക്കുന്ന, ശ്രേഷ്ഠ സൃഷ്ടികർത്താവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കർത്താവ് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച്, സൃഷ്ടികർത്താവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം, അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയുടെ നടത്തിപ്പ് അടിയങ്ങളുടെ ഓരോരുത്തരുടെ മേലും അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് അടിയൊക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: അവൻ മുഖാന്തരം, പുത്രനായ ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിനെ സകലത്തിനും അധികാരിയാക്കി വച്ചു എന്നും, ആ ക്രിസ്തു മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കിയെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സകലത്തിനും അധികാരിയാക്കി വെച്ചിരിക്കുന്നു പിതാവായ ദൈവം. അതുപോലെ തന്നെ പുത്രനായ ക്രിസ്തു മുഖാന്തരമാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത് എന്നും തിരുവചനം പറയുന്ന. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തുടർന്ന് പറയുന്നു, ആദിയിൽ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള ആകാശവും ഭൂമിയും, അല്ലെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ വെള്ളം നിറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ അനാദിയിൽ സ്വർഗത്തിലെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം ആ ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള രീതിയിൽ അതിനെ മെനഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ ദൈവം സൃഷ്ടിച്ച ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവസ്ഥ അനാദിയിൽ തിരുവചനം പറയുന്നു, ഭൂമി പാഴും ശൂന്യവുമുള്ളതായിരുന്നു എന്നും, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു എന്നും, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നും തിരുവചനം പറയുന്നു. അപ്പോൾ
ഒരു ഷേപ്പ് ഇല്ലാത്തതായിട്ടുള്ള, ഒരു ഫോം ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവസ്ഥ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള ഭൂമിയുടെ അവസ്ഥ എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ 6 ദിവസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം ആ ഭൂമിയെയും ആകാശത്തെയും വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമിയുടെ അവസ്ഥയെ ദൈവം ഓരോ ദിവസവും ബെറ്ററാക്കി, വ്യത്യസ്തമാക്കി, മനോഹരമാക്കി സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. 1-ാമത്തെ ദിവസത്തിൽ ദൈവം, നമുക്കറിയാം, വെളിച്ചത്തെ ഉണ്ടാക്കിയെന്ന് തിരുവചനം പറയുന്നു. 2-ാമത്തെ ദിവസത്തിൽ ദൈവം ആകാശത്തിന് കീഴിലും ആകാശത്തിന് മുകളിലുമുള്ള വെള്ളത്തെ തമ്മിൽ വേർതിരിച്ചു എന്ന് തിരുവചനം പറയുന്നു. അതുപോലെ തന്നെ 3-ാമത്തെ ദിവസത്തിൽ ദൈവം സസ്യജാലങ്ങളെയൊക്കെയും സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. 4-ാമത്തെ ദിവസത്തിൽ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെയും സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. 5-ാമത്തെ ദിവസത്തിൽ ദൈവം ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയൊക്കെയും സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. 6-ാം ദിവസത്തിൽ ദൈവം സൃഷ്ടിജാലങ്ങളായിരിക്കുന്ന മൃഗജാതികളെയും ഇഴജാതികളെയൊക്കെയും സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. അതിനുശേഷം അതേ ദിവസം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും തിരുവചനം പറയുന്നു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ടുള്ള, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതായിട്ടുള്ള, മനുഷ്യന് ജീവൻ പകർന്നു നൽകിയതായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം, ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഹിസ് എലോഹിം, സർവശക്തനായ ദൈവം എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെ സർവശക്തനായിരിക്കുന്ന ദൈവം 6 ദിവസം കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള രീതിയിൽ മനോഹരമായിട്ട് ഈ ലോകത്തെ മെനഞ്ഞെടുത്തു എന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം രേഖപ്പെടുത്തുന്നു. അങ്ങനെ സകലതും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രത്തോളം വലിയവനാണ്, എത്രത്തോളം ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എത്ര മനോഹരമായിരിക്കുന്ന, അല്ലെങ്കിൽ എത്ര ശക്തമായിരിക്കുന്ന, എത്ര പ്രകാശം വഹിക്കുന്നതായിട്ടുള്ള ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തി, പ്രഭ എത്രത്തോളം വലുതാണ് എന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഭൂമിയെ സൃഷ്ടിച്ച, സമുദ്രത്തെ സൃഷ്ടിച്ച ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണ് എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ ദൈവത്തിൻ്റെ വചനം നൽകുന്ന നാമം എലോഹിം, ദ ഗ്രേറ്റ് ഗോഡ്, അത്യുന്നതനായ സർവശക്തനായ ദൈവം. ആ സർവശക്തനായ ദൈവം ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയിലും ബുദ്ധിവൈഭവത്തിലും സകലതും സൃഷ്ടിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവം 6-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന തിരുവചനം രേഖപ്പെടുത്തുന്നു. ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം എപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നത്, നിലത്തെ പൊടി കൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ നിലത്തെ പൊടിയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ രൂപഗുണമുള്ളതാക്കി തീർത്തിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നും തിരുവചനം പറയുന്ന അപ്രകാരം സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ എബ്രായർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ആ സൃഷ്ടിപ്പ് നടത്തിയത് പുത്രനായ ക്രിസ്തുവാണ് എന്ന് തിരുവചനം പറയുന്ന, പുത്രനായ ക്രിസ്തു മാത്രമല്ല സൃഷ്ടിപ്പിൽ പങ്കാളിയായിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. കാരണം ഇവിടെ തിരുവചനം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. പിതാവായ ദൈവം ആ സൃഷ്ടിപ്പിൽ പങ്കാളിയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. തിരുവചനം പറയുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സൃഷ്ടിപ്പിലുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തിരുവചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. ആ വചനം സത്യമായിരുന്നു, ആ വചനം കർത്താവായ യേശു ക്രിസ്തുവാകുന്നു, ആ വചനം മുഖാന്തരമാണ് സകലതും ഉളവായത് എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും സൃഷ്ടിപ്പിൽ ഭാഗവത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ എബ്രായർക്ക് പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജനത്തിന് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്ന്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു എന്ന്. അപ്പോൾ സൃഷ്ടിപ്പിൽ നമുക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണുവാൻ സാധിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൃഷ്ടികർത്താവും പരിപാലകനും സംരക്ഷകനുമായിരിക്കുന്ന നമ്മുടെ ദൈവം സൃഷ്ടിപ്പിൽ പങ്കാളിയായിരിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടെടുപ്പിലും ഈ തൃത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പങ്കാളിയായിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവിക പദ്ധതി ഈ ലോകത്തെ സൃഷ്ടിച്ച് അതിനെ സന്തുലിതമായി നിലനിർത്തണമെന്നുള്ളതാണ് ദൈവിക പദ്ധതി. അപ്രകാരത്തിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെയും സൃഷ്ടിച്ചു. ആ ദൈവത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പറയുന്നത് എലോഹിം, അത്യുന്നതനായ ദൈവം എന്നാണ്. എന്നാൽ നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുന്നിടത്ത് എലോഹിം എന്നതിന് പകരം യാഹ്വേ എന്ന് മാറ്റുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അവിടെ മനുഷ്യൻ്റെ മൂക്കിനടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം മനുഷ്യൻ്റെ മൂക്കിനടുത്തേക്ക് വന്ന് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ഒരു ജീവനുള്ള മനുഷ്യനാക്കി തീർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തെ എലോഹിം എന്നല്ല യാഹ്വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവശക്തനായ അത്യുന്നതനായ ദൈവം താഴ്മ ധരിച്ച് മനുഷ്യൻ്റെ മൂക്കിനടുത്തേക്ക് വന്ന് അവന് മൂക്കിൽ ജീവശ്വാസം ഊതുകയും അവനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ ദൈവം ഈസ് എ ഗ്രേറ്റ് ഗോഡ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. എന്നാൽ സൃഷ്ടിപ്പിൽ പുത്രനായ ക്രിസ്തുവും പങ്കാളിയായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പുത്രനായ ക്രിസ്തു ഗ്രേറ്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ശക്തനായ ഒരു സൃഷ്ടികർത്താവാണ്, വലിയ ഒരു സൃഷ്ടികർത്താവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ സൃഷ്ടിപ്പിൽ പുത്രനായ ക്രിസ്തു പങ്കാളിയായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. എന്നാൽ നാം തിരുവചനത്തിലുടനീളം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യം, അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ 6 ദിവസം കൊണ്ട് മനുഷ്യന് ആവശ്യമുള്ളതൊക്കെയും നിർമ്മിച്ച് മനുഷ്യനെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരിടത്ത് ആക്കി വച്ച മനുഷ്യൻ പാപത്തിൽ നിബന്ധിച്ചു പോകുന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ മനുഷ്യന് മനോഹരമായിരിക്കുന്ന ഒരു ഭവനം പണിത് നൽകുന്നു. ആ ഭവനം ഏദൻ തോട്ടം. ആ തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷങ്ങളെ സ്വർഗത്തിലെ ദൈവം വച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലവും ജീവവൃക്ഷഫലവും. ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം, അതിൽ നിന്നും പുറപ്പെടുന്നതായിട്ടുള്ള ഫലം ജീവനെ നിലനിർത്തുന്നത് കൊണ്ട് അത് ജീവവൃക്ഷം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. ഇനി നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ആ വൃക്ഷത്തിൽ നിന്നും നന്മയും തിന്മയും അറിയുന്നതായിട്ടുള്ള ഫലം പുറപ്പെടുന്നത് കൊണ്ട് അത് പിശാചിനെ പ്രദാനം ചെയ്യുന്നു എന്ന് കാണുവാൻ സാധിക്കും. പിശാചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യം, സ്വർഗത്തിൽ നിന്നും വീഴ്ച ഭവിച്ചതായിട്ടുള്ള ഒരു ദൂതനാണ് പിശാച് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ പിശാച് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ തോട്ടത്തിലെ നടുവിലെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം
പിശാചിനെ പ്രദാനം ചെയ്യുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ നന്മ ചെയ്യണം എന്നുള്ളതാണ്. മനുഷ്യൻ നന്മ പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും കാണുവാൻ സാധിക്കാം. എന്നാൽ ഇവിടെ മനുഷ്യൻ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച, ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി എന്ന് കാണുവാൻ സാധിക്കാം. സ്വർഗത്തിൽ നിന്നും വീഴ്ച ഭവിച്ച ദൂതൻ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ തൂങ്ങിക്കിടന്ന പാമ്പിൻ്റെ രൂപമെടുത്ത് അവിടെ ആയിരുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അതിൽ നിന്നും മനുഷ്യന് പാപമുണ്ടായി. അല്ലെങ്കിൽ ആദിമ മാതാപിതാക്കൾ ആ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് പാപം ചെയ്തു എന്ന് കാണുവാൻ സാധിക്കാം. തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ ഈസ് സിൻ. ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം എന്ന്. അങ്ങനെ ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തു, ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു, പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അവർ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായി. തിരുവചനം പറയുന്നു, വീണ്ടും ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും ഭക്ഷിച്ച് മനുഷ്യൻ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുകയും അവിടെ ആ ഏദൻ തോട്ടത്തെ കാപ്പാൻ, അല്ലെങ്കിൽ ഈ ജീവവൃക്ഷത്തെ കാപ്പാൻ സ്വർഗത്തിലെ ദൈവം കെരൂബുകളെ നിർത്തിയെന്നും തിരുവചനം പറയുന്ന. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. സൃഷ്ടികർത്താവായ ദൈവം തൻ്റെ സൃഷ്ടികളെ മനോഹരമായിരിക്കുന്ന തോട്ടത്തിൽ നിന്നും പുറത്താക്കി കളയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം. പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യൻ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന. അങ്ങനെ മനുഷ്യൻ ദൈവിക സാന്നിധ്യത്തിൽ നിന്നും പുറത്താകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തിന് അപ്രകാരം തള്ളിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചില്ല. മനുഷ്യനെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ദൈവിക പദ്ധതി അവിടെ ഒരുക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവിടെ പുത്രനായ ക്രിസ്തു എന്തുകൊണ്ട് ദ ഗ്രേറ്റ് ക്രിയേറ്റർ, ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന സൃഷ്ടികർത്താവായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ സൃഷ്ടിപ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് പ്രവർത്തിച്ചു. രക്ഷാപദ്ധതിയിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് പ്രവർത്തിച്ചു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ഈ ലോകത്തിന് ദൈവം അടിസ്ഥാനമിടുന്നതിന് മുമ്പ് തന്നെ പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു രക്ഷാപദ്ധതിയും ഒരുക്കിക്കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം ഈ സകലത്തെയും സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവം. പാപത്തിൽ നിബന്ധിക്കുവാനിരിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിബന്ധിക്കുന്നതിന് മുമ്പ് അവനു വേണ്ടി ഒരു രക്ഷാപദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിലൂടെ മാനവകുലത്തിന് രക്ഷാപദ്ധതി ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിലത്തെ പൊടി കൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുന്നതിന് അവന് മൂക്കിനടുത്തിലേക്ക് കടന്നു വന്ന ദൈവം കാൽവരിയിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി, പാപിയായ മനുഷ്യനു വേണ്ടി അവൻ്റെ അവസാന ശ്വാസം വരെ ഊറ്റി നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. സൃഷ്ടിപ്പിൽ മാത്രമല്ല, പുനർസൃഷ്ടിപ്പിലും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കാം. ആ പുത്രനായ ക്രിസ്തുവിലൂടെ സകലതും സൃഷ്ടിച്ച പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ പാപിയായി തീർന്ന മാനവകുലത്തെ, പാപിയായി തീർന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ അവസാന ശ്വാസവും പുത്രൻ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അങ്ങനെ പുത്രനായ ക്രിസ്തു തൻ്റെ അവസാന ശ്വാസം നൽകുന്നതിന് മുമ്പ് he said it is finished.
നിവർത്തിയായിരിക്കുന്നു എന്ന് പുത്രനായ ക്രിസ്തു പറഞ്ഞു. പാപത്തിനു വേണ്ടിയുള്ള തൻ്റെ പരിഹാര മാർഗം, തൻ്റെ രക്ഷാപദ്ധതിക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ് എന്ന് പുത്രനായ ക്രിസ്തു പറഞ്ഞതിന് ശേഷം ആ പുത്രനായ ക്രിസ്തു തൻ്റെ അവസാന ശ്വാസവും നൽകി മാനവകുലത്തെ വീണ്ടെടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുക. ആ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളൊക്കെയും പുത്രനായ ക്രിസ്തുവിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിലൂടെയാണ് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി, പാപത്തിൽ മരിക്കേണ്ടതായിട്ടുള്ള സകല മനുഷ്യരെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി പുത്രനായ ക്രിസ്തു സൃഷ്ടിപ്പിൽ മാത്രമല്ല വീണ്ടെടുപ്പിലും പങ്കാളിയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ ദൈവം, നമ്മുടെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടികർത്താവാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. മാനവകുലത്തിന് വേണ്ടി രക്ഷാപദ്ധതി ഒരുക്കുന്ന ദൈവം മാനവകുലത്തെ സൃഷ്ടിച്ചു, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. എന്നാൽ പാപത്തിൻ്റെ പരിണിതഫലമായി രോഗം, ദുഃഖം, പ്രയാസം, കഷ്ടത, ദുഷ്ടത, മലിനത ഇതൊക്കെയും ലോകത്തിന് സംഭവിച്ച ലോകത്തിൻ്റെ സന്തുലിത അവസ്ഥ അപ്പാടെ മാറി മറിയുന്ന വേളയിലാണ് ആ പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്കോരോരുത്തർക്കും വേണ്ടി തൻ്റെ അവസാന ശ്വാസവും നൽകി ജീവനെ നിലനിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കാം, ജീവനെ സംരക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ആ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനങ്ങളാലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് എന്ന്, ആ ക്രിസ്തു ഊതിയ ജീവശ്വാസത്താലാണ് മനുഷ്യൻ്റെ മൂക്കിൽ ജീവൻ ഉണ്ടായത് എന്നും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത് എന്നും തിരുവചനം പറയുന്നു. അതേ മനുഷ്യന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ആ ക്രിസ്തു തൻ്റെ അവസാനത്തെ ശ്വാസവ് മനുഷ്യന് കാൽവരിയിൽ ഊറ്റി നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതിനുശേഷം ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥനായിരിക്കുന്ന ആ ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. ആ ക്രിസ്തു മുഖാന്തരം സകലതും ഉളവായി. ആ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആ ക്രിസ്തുവാണ് സകലത്തിനും അടിസ്ഥാനം. ആ ക്രിസ്തുവിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അടിസ്ഥാനങ്ങളെ പണിയേണ്ടത് എന്ന് തിരുവചനം പറയുന്നു. അപ്രകാരം ആ ക്രിസ്തുവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ ദൂതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെ അവിടുന്ന് സകലതും സൃഷ്ടിച്ച് അങ്ങയുടെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ശ്രേഷ്ഠ സൃഷ്ടികർത്താവായിരുന്നു കൊണ്ട് മാനവകുലത്തിന് രക്ഷ ഒരുക്കിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ക്രിസ്തുവിൽ ആശ്രയിച്ച അടിയങ്ങളും നിത്യജീവൻ പ്രാപിച്ച അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നീക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.